ശ്രീ ആരിഫ് ഹുസൈൻ, ബംഗാളിൽ മാത്രമാണ് ഇതൊരു കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറിയത്. മറ്റു സ്ഥലങ്ങളിലും സമരം നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ബംഗാളിൽ ഇത് സംഭവിക്കുന്നു? മുർഷിദാബാദിൽ നമ്മളിവിടെ ഇത് സംസാരിക്കുന്നത് നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ ഇവിടെ സംസാരത്തിലും ഇവിടെ സേനാപതിയാണെങ്കിലും അത് സൂചിപ്പിക്കുക നമ്മൾ കേട്ടു. അതായത് കേരളത്തിൽ ഇതുപോലെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവർ ഉയർത്തിയത് ഹസനുൽ ബന്നയുടെ ചിത്രമാണ് എന്ന് നമ്മൾ പറയുന്നു. അതിനെ നമ്മൾ അപലപിക്കുന്നു. പക്ഷേ ഇത് നമ്മൾ അറിയണം, ഈ ഹസനുൽ ബന്നയുടെ ചിത്രം ഇവിടെ ഉയർത്തിയതുകൊണ്ടാണ് നമുക്ക് ഇവരെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇവരത് ഉയർത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണ്, ഈ ഇവിടെ ഉയർത്തിയത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതേ കാര്യങ്ങൾ തന്നെ ചിത്രമില്ലാതെയാണ് അവിടെ വെസ്റ്റ് ബംഗാളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ചിത്രം വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആശയം തന്നെയാണ് രണ്ടു വശത്തിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതുപോലെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി, SDPI ഇതുപോലെയുള്ള സംഘങ്ങൾ അവരുയർത്തുന്ന ഈ മത തീവ്രവാദം, അവരുടെ ആ ഒരു മത രാഷ്ട്ര സ്വപ്നം, ഇതുപോലുള്ള സംഗതികൾ ഇപ്പോൾ KT ജലീലിനെ പോലുള്ള ആളുകളൊക്കെ നിരന്തരം അത് ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരത് ഉയർത്തുന്നത് ഒരു കാതലായ വിഷയമാണ്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താണ്, ഈ ഒരു വിഷയം, ഈ മതരാഷ്ട്രവാദത്തെ നമ്മൾ എത്രമാത്രം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ പറയാനുള്ളത്, നമ്മൾ ഇതുവരെ അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഇന്ത്യ കൊണ്ടേ പഠിക്കുകയുള്ളൂ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുക, ഈ വിഷയത്തിൽ ഇപ്പോൾ BJP പോലും ഇതിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന നിലപാടുകൾ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും ഇതിനകത്ത് അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ എത്രമാത്രം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പറയാൻ കഴിയുന്നുണ്ടെന്ന് നോക്കിയാൽ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോഴും അവർ പറയുന്നത് ബംഗ്ലാദേശിൻ്റെ സഹായം അത് ഇത് എന്നൊക്കെ പറയുന്നു. ഞാൻ പറയുന്നു, ഒരു ബംഗ്ലാദേശിൻ്റെ സഹായവും ഇല്ലാതെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. അതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ അല്ലേ ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആ മിഷൻ 2047 എന്ന് പറയുന്ന ഡോക്യുമെന്റ്. എന്താണ് അതിനകത്ത് എഴുതിയിരുന്നത്? ഇന്നും അത് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഈ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ നിഷ്പക്ഷരെന്ന് വിളിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന ആളുകൾ, ഇവര് ഇത് കേട്ടിട്ട് എപ്പോഴെങ്കിലും നടുങ്ങിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മിഷൻ 2047 അല്ലല്ല, ബംഗാളിലും കേരളത്തിലും ഒരേ സംഘടനകൾ തന്നെ ഇത്തരത്തിലുള്ള ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തുന്ന സമയത്ത് ബംഗാളിൽ അത് കലാപത്തിന്റെ രൂപത്തിലേക്ക് പോയി. പക്ഷേ കേരളത്തിൽ ഇതേ സംഘടന തന്നെ, ജമാഅത്തെ ഇസ്ലാമി തന്നെ, മുസ്ലിം ബ്രദർഹുഡിന്റെയും മറ്റും നേതാക്കളുടെ ചിത്രം ഉയർത്തിയപ്പോൾ അതോടുകൂടി അത് അവസാനിച്ചു. അതിന് മറ്റൊരു രൂപത്തിലേക്ക് പോയില്ല. അതിന് സർക്കാരും ആ രീതിയിലേക്ക് അവരെ വളരാൻ അനുവദിച്ചില്ല എന്ന് കൂടി ചിന്തിക്കേണ്ടതല്ലേ? ബംഗാളിൽ അങ്ങനെ ആയിരുന്നില്ല. ഉടനെ തന്നെ മമതാ ബാനർജി പ്രഖ്യാപിക്കുകയായിരുന്നു ഇവിടെ നടപ്പാക്കുകയില്ല എന്ന്. അത് ആളിക്കത്തിലേക്ക് പോവുകയും ചെയ്തു. അതിലൊരു വിയോജിപ്പുണ്ട്. കാരണം ഇവിടെ അത് ആളിക്കത്താതെ ഇരുന്നതിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അത് ഇവിടുത്തെ സർക്കാരിലേക്ക് പോകില്ല. അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇത്തരം തീവ്രവാദ സംഘങ്ങളെ തിരിച്ചറിയുന്നതിൽ, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലും കാണിക്കുന്ന ഒരു ജാഗ്രത തന്നെയാണ് അതിന്റെ കാരണം. അതിന്റെ ക്രെഡിറ്റ് ലീഗിനൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ലീഗ് പറഞ്ഞു ഈ സമരത്തിന്റെ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന്. യെസ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ ആ നിലപാട് സത്യത്തിൽ ഈ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്നത്, അതായത് ഇത് തീവ്രവാദികളാണ്, ഇത് തീവ്രവാദികളല്ലാത്തവരാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണുള്ള പ്രശ്നം. ഇത് അവർ തന്നെ തമ്മിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ ഗുണമുണ്ട്. അത് അവിടെ കുറേ കൂടി മുസ്ലിങ്ങൾക്ക് അത് സ്വീകാര്യത ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഈ പറയുന്ന കേരളം വിട്ടുകഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത്. സംഗതി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേരിട്ടുകൊണ്ട് അവരുടെ ഒരു പ്രത്യേകമായ ഒരു ഈ മത ഐഡന്റിറ്റി വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു ബെനിഫിറ്റ് നമ്മൾ അതിനു വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, അവരുടെ മേലെ എപ്പോഴും ഒരു ഡെമോക്രസിയുടെയും ഒരു സെക്യുലറിസത്തിൻ്റെയും ഒരു പ്രഷർ ഉണ്ടെന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഇസ്ലാമിക ഈ ജനാധിപത്യം അതുപോലെ മതേതര സംവിധാനങ്ങളെ അവമതിക്കുകയും അതിന് വിരുദ്ധരാണെന്ന് പറയുകയും മതരാഷ്ട്രവാദമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞും ഒളിഞ്ഞും ഒക്കെ പറഞ്ഞും പറയാതെയൊക്കെ ഇതുപോലെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുന്നിൽ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ജനാധിപത്യമാണ്, ഞങ്ങൾക്ക് വേണ്ടത് സെക്യുലറിസം ആണ് എന്ന് പറയാൻ
മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇതേപോലെ ഒരു സംഘടന ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ്, നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഇവിടെ അതിൽ നമുക്ക് പറയാനുള്ളത്. പക്ഷെ അപ്പോഴും അവരുടെ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് നടത്തുന്ന ബാർഗെയിനിങ് അത് ബാക്കി സമുദായങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടൊരു പ്രചോദനം കൊടുക്കുന്ന സാധനമാണ്. അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ അത് വേറെ ഒരു വിഷയമായിട്ട് നമുക്ക് ചർച്ച പക്ഷേ ചെയ്യാൻ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. BJP-യും ഇതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ മുനമ്പം. പക്ഷേ അവിടെ BJP-ക്ക് വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ഇന്ന് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കൃത്യമായിട്ട് ഒരു ഉറപ്പ് മുനമ്പത്ത് വന്ന് നൽകുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ സമരസമിതി തന്നെ ആ കൺഫ്യൂഷനിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ആ വർത്തമാനം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഇതിൽ അത്ര വലിയ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടക്കം മുതൽ തന്നെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനകത്ത് എന്താണ് സംശയം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷേ ഞാൻ പറയുക, അമെൻമെന്റിന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊണ്ടല്ല ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അത് ഇതിനകത്തുള്ള ചില വകുപ്പുകൾ, പ്രത്യേകിച്ച് സെക്ഷൻ 2A, അത് ഇവിടെ പറയുന്നത് പ്രകാരം ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു ബോഡി അവർ എന്താണ്, അവരുടെ എൻറ്റിറ്റിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അവിടെ ഒരിക്കൽ വരികയും അവരിൽ നിന്നും വാങ്ങിച്ച ഭൂമി എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെക്ഷൻ 2A പ്രകാരം ഇതിനകത്തൊരു എക്സംഷൻ അത് ഈ പറയുന്ന ഭൂമിക്ക് ലഭിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു അഡ്വേഴ്സ് പൊസിഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് മറ്റു ചില വകുപ്പുകളും കൂടി ചേരുമ്പോൾ ഇത് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവർക്ക് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇതിൽ നിന്ന് വിടുതൽ നേടാൻ കഴിയും. കേന്ദ്രമന്ത്രി ഇന്ന് പറഞ്ഞില്ല. അതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നേരത്തെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് വിജയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അവിടെ ഇല്ല. അല്ല, ഇത് ഇത്രയും ആലോചിച്ചാൽ പോരെ. ഇങ്ങനെ ഇതിനകത്ത് ഇത് പരിഹരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇതിനകത്ത് ഇല്ല എന്ന് ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മന്ത്രി ഈ ഏഴേലത്തേക്ക് വരുമോ? ഇത്രയും കൂടി ആലോചിച്ചാൽ പോരെ. അപ്പോൾ ഇതിനകത്ത് വകുപ്പുകൾ ഉണ്ടെന്ന് ഇത് നേരത്തെ പറഞ്ഞതാണ് എന്നുള്ളത് ഒരു വശത്തുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഞാനിപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഇത് പറയണമല്ലോ. കാരണം ഇത് തെറ്റായ രീതിയിൽ ഇതിനെ ഒരു ഭീതി വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആ ആളുകളെ പറ്റിക്കുന്ന ആളുകൾ ഇതിപ്പോൾ ഉന്നയിച്ചുകൊണ്ട് ഇത് നിങ്ങൾ അങ്ങനെ സന്തോഷിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെ ഉന്നയിക്കാനുള്ള ചോദ്യം ഇതല്ല. നിങ്ങൾ പറയുന്നു ഈ അമെൻമെന്റ് കൊണ്ട് ഇതിനകത്ത് പരിഹാരം ഉണ്ടാവില്ല എന്ന്. എന്നാൽ നിങ്ങൾ പറയൂ, ഈ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ പറയൂ, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പരിഹരിക്കാൻ? നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നുണകളുടെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ CAA കാര്യത്തിൽ വന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ എല്ലാം പൗരത്വം നഷ്ടപ്പെടും എന്നുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു. 2 വർഷമായി CAA നടപ്പിലാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിലെ ഒരാളുടെ പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നോ എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അത് നിങ്ങൾ പറയുകയുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വഖഫ് ഭേദഗതിയുടെ കാര്യത്തിലും ഈ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും, അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇവിടെ പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു ശ്രമം നടന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഉയർത്തി അതൊരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ നോക്കി. പക്ഷേ അത് ഫലം കാണാത്തതിൻ്റെ കാരണം ആരിഫ് ഹുസൈൻ ഇവിടെ പറഞ്ഞു. അത് ലീഗും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ആ രീതിയിൽ സമരം കൊണ്ടുപോകുവാൻ ലീഗും ആഗ്രഹിക്കുന്നില്ല. അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നുണകളുടെ ഒരു പ്രചാരണം നടക്കുന്നുണ്ടല്ലോ. പിന്നെ കിരൺ റിജിജുവിൻ്റെ കാര്യം, റിജിജു മുനമ്പത്ത് വരില്ലായിരുന്നു ഇത് പരിഹരിക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ ഇന്ന് VD സതീശൻ പറഞ്ഞത് നുണകളുടെ ചീട്ടുകൊട്ടാരം തകർന്നു വീഴുന്നു എന്നാണ്. മഞ്ജുഷ്, ചോദ്യം ആരോടാണ്? അതെ വേണു. ഇത് മഞ്ജുഷ്, ഞങ്ങളിത് വളരെ മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന്റെ ഒരു സങ്കീർണതയെ ഏറ്റവും ആഴത്തിൽ പഠിച്ച ഒരാളായിരുന്നു VD സതീശൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് സംസ്ഥാന ഗവൺമെന്റിന് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വഖഫ് ബോർഡിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അവരെ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അവർ കടുംപിടുത്തം ഉപേക്ഷിച്ചുകൊണ്ട് ഇത് മുനമ്പത്തെ ഭൂമി അവിടുത്തെ ആളുകളുടേതെന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനം ഈ ബോർഡ് നടത്തി കഴിഞ്ഞാൽ വിത്തിൻ 10 മിനിറ്റ്സ് തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഈ നിയമവഴിയിലൂടെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സിവിൽ കേസിന്റെ ഒരു രൂപത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോ കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്താണ്? ശരിയാണ്, ശ്രീ ആരിഫ് പറഞ്ഞു, ഇപ്പോൾ ഒരു അപ്പലറ്റ് അതോറിറ്റി ഉണ്ടായിരിക്കുന്നു. മുമ്പ് അതില്ല. കാരണം നമുക്കൊരു അപ്പീലിന് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു അപ്പലറ്റ് അതോറിറ്റി ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ഉണ്ടായിരിക്കുന്നു. പക്ഷെ അവിടെ പോയി ഈ ആളുകൾക്ക് ഈ ഭൂമി കിട്ടണമെങ്കിൽ ഈ തലമുറയിലും അടുത്ത തലമുറയിലും ഇത് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇതിനാവശ്യം ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ്. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ അത് സംസ്ഥാന ഗവൺമെന്റിനെ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾ വളരെ മുമ്പ് തന്നെ പറഞ്ഞാണ്. പക്ഷെ BJP-ക്കാർ എന്തായിരുന്നു അവിടെ പ്രചരണം നടത്തിയത്? ഇതിപ്പോ വഖഫ് പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഇടുകുടുക്കെ ചോറും കറിയും അടുത്ത 24 മണിക്കൂർ. അത് പ്രതീക്ഷിച്ചാണല്ലോ അവിടുത്തെ പാവങ്ങൾ ഇന്ന് നന്ദി മോദി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ യോഗം സംഘടിപ്പിക്കുകയും മോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്ത്. പക്ഷെ അവരുടെ മുമ്പിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഒരു ഉറപ്പ്, നിങ്ങളുടെ പ്രശ്നം 6 മാസത്തിനുള്ളിൽ പരിഹരിക്കും അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പരിഹരിക്കും എന്നൊരു ഉറപ്പും കൊടുക്കാൻ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞത്
ഞങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ BJP നടത്തിക്കൊണ്ടിരുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പാണ്. ആ രാഷ്ട്രീയ മുതലെടുപ്പ് BJPക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് വഴങ്ങിക്കൊടുത്തു. കാരണം പന്ത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റിന്റെ കോർട്ടിലാണ്. സംസ്ഥാന ഗവൺമെന്റിന് വഖഫ് ബോർഡ് വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ എന്നിരിക്കെ ആ സംസ്ഥാന ഗവൺമെന്റ് അവരവരുടെ ആ വീറ്റോ പവർ അത് വിനിയോഗിക്കുന്നില്ലല്ലോ. അവര് ഈ കളി കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ BJPക്ക് അവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവര് ഈ എന്താ പറഞ്ഞ ഇത് ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ പറഞ്ഞത്, സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഈ ഇഷ്യൂ ഇത്രയും വഷളാക്കിയിരിക്കുന്നു. അത് വഷളാക്കി മുള്ളുകൊണ്ടെടുക്കേണ്ടത് ഇപ്പൊ JCBക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ശ്രീ RV ബാബു, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം കൂടി ചേരുകയാണ്. ശ്രീ RV ബാബു, 2 വിഷയങ്ങളുണ്ട് ചർച്ചയ്ക്ക്. ഒന്ന് ബംഗാളിലെ കലാപമാണ്, പിന്നെയുള്ളത് മുനമ്പത്ത് നിന്ന് കിരൺ റിജിജുവിന് കൃത്യമായ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തത്, അതൊരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന സ്ഥിതിക്ക് അതിലേക്കൂടെ വന്നിട്ടുണ്ട്. ശ്രീ RV ബാബു, ഇപ്പോൾ ഈ ബംഗാളിൽ നടക്കുന്നത് എന്താണ്? അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ബംഗാളിൽ നരനായാട്ടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ബംഗാളിൽ ഒരുപാട് തവണ ഏകപക്ഷീയമായ ആക്രമണം അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ സംഘടിതമായിട്ടുള്ള മതശക്തി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് മത തീവ്രവാദികൾ എന്നുള്ള നിലയ്ക്ക് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒട്ടനവധി ആക്രമണങ്ങൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വളരെയധികം സ്വാധീനവും ഭൂരിപക്ഷവുമുള്ള 4-5 ജില്ലകൾ ബംഗാളിലുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ മുർഷിദാബാദ്, 24 പർഗാനാസ്, മാൾഡ തുടങ്ങിയിട്ടുള്ള ജില്ലകൾ. അവിടെ ഒരു കാരണവും കൂടാതെ നമുക്കറിയാം, പാർലമെന്റ് ഒരു നിയമം പാസാക്കി, ഭൂരിപക്ഷത്തോടുകൂടി രാജ്യസഭയും ലോക്സഭയും ഒരു നിയമം പാസാക്കി. ആ നിയമത്തെ എതിർക്കാം, ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ നിയമത്തിനെ നിയമപരമായി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് സംഘടനകൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജനകീയമായ പ്രതിഷേധങ്ങൾ തെരുവിൽ ഉണ്ടാക്കുന്നതിലും തെറ്റില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്? അക്രമത്തിനിരയായത് സംഘപരിവാറിലെ ആളുകളല്ല, സാധാരണ ഹിന്ദുക്കളാണ്. അവിടെ കൊല്ലപ്പെട്ടത് CPM-ന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേരാണ്. അപ്പോ അക്രമം ഏകപക്ഷീയമായി ഹിന്ദുക്കളായിട്ടുള്ള അവരുടെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കുന്നു, നിരവധി വീടുകൾ അടിച്ചു തകർക്കുന്നു. അതേപോലെ 400-ഓളം പേര് അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് അടുത്ത ജില്ലയിലേക്കോ അല്ലെങ്കിൽ ജാർഖണ്ഡിലേക്കോ ഒക്കെ പോകുന്നു. ഈ അക്രമത്തിന് വിധേയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബം, ആ കുടുംബത്തിലെ 13 പേര് ജാർഖണ്ഡിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഏകപക്ഷീയമായി ഇതിന് കാരണം യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണകൂടമാണ്. ഒന്ന്, മമതാ ബാനർജി പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ നിയമപരമായി നേരിടുന്നു പറയാം, പക്ഷേ അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് പറയാൻ എന്താ അധികാരം? അങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ ഈ ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പരിപൂർണമായിട്ടും അത് ഉണ്ടാക്കുന്ന നിയമനിർമ്മാണത്തെ അങ്ങേയറ്റം അതിനെ പാടെ എതിർക്കുകയും നടപ്പാക്കില്ലെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത്, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഭരണഘടനാ തത്വത്തോടുമുള്ള വെല്ലുവിളിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മമതാ ബാനർജിയാണ് ഇത് ഇൻസൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കലാപത്തിന് പ്രേരണ കൊടുത്തിരിക്കുന്നത് മമതാ ബാനർജിയാണ് എന്ന് വേണം പറയാൻ. 2, അവിടെ ബംഗ്ലാദേശിയിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകളാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാര് ഇത് JPCക്ക് വിട്ട കാലം മുതൽ, ഈ വഖഫ് നിയമം JPCക്ക് വിട്ട കാലം മുതൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിന് എങ്ങനെയാണോ നേതൃത്വം കൊടുത്തത്, അതേപോലുള്ള ഒരു പ്രക്ഷോഭം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം ഇവിടുത്തെ തീവ്രവാദ സംഘടനകളും അതേപോലെ ഈ ഇൻഫിൽട്രേറ്റ് വന്നിട്ടുള്ള മൈഗ്രൻസും അവരെല്ലാവരും കൂടി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കലാപമാണ് ബംഗാളിലേത്. ബംഗാളിൽ കലാപത്തിന് ഇപ്പോൾ SDPIയുടെ പങ്ക് പറഞ്ഞിട്ടുള്ളത് ബംഗാൾ പോലീസാണ്. അതായത് SDPIക്ക് സ്വാധീനമുള്ള ഒരു പ്രദേശം, SDPI മാത്രമല്ല, ISF എന്ന് പറയുന്ന ഇന്ത്യൻ സെക്യുലർ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന, അവരാണ് 24 പർഗാനാസിൽ കലാപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മുസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഇവർ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ ഒത്താശയും പ്രേരണയും അതനുസരിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കവർന്നെടുക്കാൻ വേണ്ടിയാണ് ഈ വഖഫ് ഭേദഗതി നിയമം എന്ന വ്യാജ പ്രചരണവും സൃഷ്ടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ കലാപത്തിന് മരുന്നിട്ട് കൊടുക്കാൻ, അതിന് ഇന്ധനം പകർന്നു നൽകുന്നതിൽ വലിയ തോതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ CPM-ന്റെ 2 പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൊലപാതകത്തിന് ശേഷം CPM-ന്റെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അത് ഇങ്ങനെയായിരുന്നു: മുർഷിദാബാദ് സംഭവത്തിന് പിന്നിൽ തൃണമൂൽ BJP സഖ്യമാണ്. അവിടെ ഒരിടത്തും SDPയുടെ പേരോ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരോ ഒന്നും ഇല്ല. ആസൂത്രിതമായി വർഗീയ വിഭജനം സൃഷ്ടിച്ച് സംഘർഷം സൃഷ്ടിക്കാൻ BJPയും തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുകയെന്നാണ്
സലീം പറയുന്നത്. അല്ലാതെ ഹിന്ദു മുസ്ലിം സംഘർഷം എന്നോ ഒന്നില്ല എന്നാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ ആർ വി ബാബു, അല്ല, അതാണ് CPM-ന് ബംഗാളിൽ ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ബംഗാളിൽ ഇപ്പോ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാലോ. ബംഗാളിൽ എല്ലാ മേഖലയിലും നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് CPM മാറിയതിന്റെ കാരണം ഈ നിലപാടാണ്. കാരണം വസ്തുത പറയാൻ തയ്യാറില്ല. അവിടെ ഇസ്ലാമിക തീവ്രവാദികളാണ്, മുസ്ലിം സമുദായമാണ് അവിടെ ഏകപക്ഷീയമായി അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പച്ചയ്ക്ക് നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. അപ്പോൾ അതിനകത്ത് അവിടെ BJP എന്നുള്ളതില്ല, അവിടെ കോൺഗ്രസ് എന്നുള്ളതില്ല, അവിടെ ഹിന്ദുക്കൾക്കെതിരെ, അതുകൊണ്ടാണ് അവിടെ CPM ആളുകൾക്ക് നേരെ അക്രമം നടത്തുന്നത്. ഇത് പറയാനുള്ള ചങ്കൂറ്റമില്ലാതെ, അല്ലെങ്കിൽ അത് ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി CPM എടുക്കുന്ന നിലപാടാണ്. ഇത് ഒരു കാര്യം. ഇത് ഞാൻ ചോദിക്കുന്നത് മഞ്ജുഷേ, ഇത് എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിഷേധങ്ങളുണ്ട്, അത് പ്രതിഷേധം അക്രമത്തിലേക്ക് പോകാത്തതിന്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം അക്രമത്തിലേക്ക് പോകുമ്പോൾ അതിനെ ശക്തമായി നേരിടാൻ അവിടുത്തെ ഭരണകൂടം തയ്യാറായിരുന്നു എങ്കിൽ അവിടെ ഈ പാവപ്പെട്ട ഹിന്ദുക്കൾ അഭയാർത്ഥികളായി തീരുമായിരുന്നില്ല. അഭയാർത്ഥികൾക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അഭയാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസ് ശബ്ദിക്കുന്നുണ്ടോ? അഭയാർത്ഥികൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബ്ദിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കാത്തത്? അപ്പോ ഇവരുടെ എല്ലാം ഉദ്ദേശം യഥാർത്ഥത്തിൽ സംഘടിത മുസ്ലിം സമൂഹത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ്, മത തീവ്രവാദികളെ പ്രീണിപ്പിക്കുക എന്നുള്ള നിലപാടാണ്. ഇത് ബംഗാളിനെ സംബന്ധിച്ചുള്ള നിലപാട്. ഞാനിവിടെ കേൾക്കുകയുണ്ടായി, സേനാപതി വേണു മുനമ്പത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. വഖഫ് ആക്ടിനെ സംബന്ധിച്ച് ഇവിടെ കോൺഗ്രസ് പറഞ്ഞത് ശരിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് കോൺഗ്രസ് പറഞ്ഞത്? 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ CPM ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് CPM തമിഴ്നാട്ടിലെ വെല്ലൂരിലെ 150 വീടുകൾ ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫിന്റെ നോട്ടീസ് പോയിട്ടുണ്ട്. ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്. തമിഴ്നാട്ടിലെ വെല്ലൂരിലെ 150 ഗ്രാമവാസികൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വാടക കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കോൺഗ്രസിന്റെ നേതാവ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞത് വഖഫ് ബോർഡ് പറയുന്നത് ശരിയാണെങ്കിൽ വാടക കൊടുക്കണം എന്നാണ്, ഈ പാവപ്പെട്ട ഗ്രാമവാസികൾ വാടക കൊടുക്കണം എന്നാണ്. 10 മിനിറ്റ് കൊണ്ട് എന്തേ കർണാടകയിൽ പ്രശ്നം പരിഹരിക്കാത്തത്? കർണാടക കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. അവിടെ 1000-ലേറെ വർഷം പഴക്കമുള്ള തിരുച്ചെന്തൂർ ക്ഷേത്രം, അത് തമിഴ്നാട്ടിലാണ്. 1000-കണക്കിന് ഏക്കർ ഭൂമി വിജയപുരയില് കർണാടകയിലെ കർഷകരുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. 10 മിനിറ്റ് കൊണ്ട് അത് തീർക്കാത്തത് എന്തുകൊണ്ടാണ്? 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റാത്തത്? അപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ജനങ്ങളെ പറ്റിക്കുകയാണ്. നിലവിലെ ഈ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള ട്രൈബ്യൂണൽ വഖഫ് ആക്ട് എന്താണ്? ആ ആക്ട് അനുസരിച്ചിട്ട് വഖഫ് ബോർഡിന്റെ അധികാരം എന്താണ്? ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ് എന്ന് വരിക, അത് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന് വരിക. വഖഫിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ പിന്നെ വഖഫ് ബോർഡിന് അതിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ സമ്പൂർണ്ണ അധികാരം ഉണ്ടാവുക. അങ്ങനെ നിലപാടുമായി മുന്നോട്ട് പോയാൽ ആ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. ഇതെല്ലാം ഇതിനു മുമ്പുണ്ടായിരുന്ന നിയമത്തിന്റെ ഏറ്റവും കിരാതമായ വശങ്ങളാണ്. ആ വശങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ നയം. ഇപ്പോ ഇന്ന് ഞാൻ ഈ കിരൺ റിജ്ജുവിന്റെ പ്രസംഗം കേട്ടു, മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഈ കേസ് നിലവിൽ കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ കുറിച്ച് പറയാൻ കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ഉറപ്പ് നൽകുന്നു, മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം ഇപ്പോ ഇതൊരു ആക്ട് നിലവിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ ചട്ടം രൂപീകരിക്കുമ്പോഴാണ്. ഇപ്പോ CAA നിയമത്തെക്കുറിച്ചും ഇവർ തന്നെ പറഞ്ഞിരുന്നു. CAA നിയമത്തിന്റെ ചട്ടം വന്നത് ഈ കഴിഞ്ഞ വർഷമാണ്. CAA നിയമത്തിനനുസരിച്ച് ആ ചട്ടം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ ചട്ടത്തിനനുസരിച്ച് ഇപ്പോ ഈ പറയുന്ന അനധികൃത പൗരന്മാരെ കണ്ടെത്തി അവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയക്കുന്ന, കേരളത്തെ പോലും അറസ്റ്റ് ചെയ്തില്ലേ? അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തില്ലേ? അവരെ എന്ത് ചെയ്തു? അവർക്ക് സർക്കാർ പൗരത്വം കൊടുക്കാൻ സാധിച്ചോ? പിണറായി വിജയൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ നടപ്പാക്കൂലെന്ന്? ഇവിടെ ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇതെല്ലാം വെറുതെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്. യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് കിരൺ റിജ്ജു പറഞ്ഞ പോലെ അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ നിർദ്ദേശം കൊടുക്കും. കേരള സർക്കാരിന്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് നിയമാനുസൃതം ആ നിയമം പാലിക്കപ്പെട്ടുകൊണ്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ മേലുള്ള സർവ്വാവകാശവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് കിരൺ റിജ്ജു ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, മുനമ്പത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്, അദ്ദേഹം ഒരു മന്ത്രിയാണ്. അത് തെരുവിൽ പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലും അദ്ദേഹത്തിന് പ്രസംഗിക്കാനാവില്ല. അപ്പോ അദ്ദേഹം തികഞ്ഞ ഉറപ്പ് അദ്ദേഹം പറയുകയും ചെയ്തു, രാഷ്ട്രീയക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, ആ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ വീഴരുത്. കാരണം കേന്ദ്ര സർക്കാർ ഇതിന്റെ ചട്ടം രൂപീകരിച്ചു കഴിയുമ്പോൾ
ആ ശരി ശ്രീ ചട്ടത്തിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ബാബു, ശ്രീ ഗവൺമെന്റ് മോഹൻ വർഗീസ്, ഇപ്പോൾ ഇവിടെ ഈ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് ഒന്നും അറിയാതെ മന്ത്രി മുൻപത്തേക്ക് വരില്ലല്ലോ എന്ന്. കാരണം ഒന്നും നടക്കില്ല എന്ന മുൻവിധി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് വെറുതെ ഒരു എന്താണ് അവരുടെ മുന്നിൽ വന്ന് ഒരു പരാജിതനായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്ന്, അല്ലേ? അതൊരു ലോജിക്ക്, അതായത് അതിനകത്തൊരു ലോജിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി ഇവിടെ വരികയാണ്, ഇവിടെ വരുന്നു, ഒരു സ്വീകരണം, ഒരു നന്ദി നൽകുന്നത്. മുനമ്പത്തെ നിവാസികൾ 600ഓളം കുടുംബങ്ങൾ, അതിൽ 400ഓളം ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാരാണ്, മറ്റ് വിവിധ വിഭാഗങ്ങളുണ്ട്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആ നിയമനിർമ്മാണം നടത്തിയ ആളുകൾക്ക് ഒരു വലിയ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനം. അതിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുണ്ട്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുണ്ട്, കേന്ദ്രമന്ത്രി തന്നെയുണ്ട്. അപ്പോൾ ഇവരെല്ലാം വന്ന് ഇവിടെ ഈ നിയമം കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയാൻ അവർ വരികയാണെങ്കിൽ അവരുടെ തന്നെ മുഖം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത് ചട്ടനിർമ്മാണം നടക്കണം, അതിന് അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട്. പക്ഷേ പെട്ടെന്ന് ജനം പ്രതീക്ഷിക്കുന്ന, ഒരു പക്ഷേ മുൻപത്തെ ജനത തന്നെ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ്. കാരണം ഒരു നിയമനിർമ്മാണവും കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെങ്ങനെയാണ് ജനത്തെ ബാധിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ ഒരു നിയമം ഉണ്ടായിരിക്കുന്നു എന്നത് തീർച്ചയായും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇവിടെ കൃത്യമായി ഒരു രാഷ്ട്രീയം ഇതിൽ പറയുന്നത് മുസ്ലിം ലീഗാണ്. ഇവിടെ നമ്മൾ ഉന്നയിച്ച ഒരു വിഷയമുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റുകളുടെയും കയ്യിലേക്ക് ഈ പ്രതിഷേധം, വഖഫ് നിയമവിരുദ്ധ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ, പോരാട്ടങ്ങൾ പോവുകയാണെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിനൊരു നിലപാടെടുക്കേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് ഒരിക്കലും തീവ്രവാദ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല, അതൊരു ജനാധിപത്യ പാർട്ടിയാണ്, UDFൻ്റെ ഒരു ഘടക കക്ഷിയാണ്. അപ്പം മുസ്ലിം ലീഗ് വഖഫ് വിഷയത്തിലെ ആ പോരാട്ടം രാഷ്ട്രീയമായി ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ അതിൽ ഒരു പോസിറ്റീവ് സൈഡുണ്ട്, ഒരു അപകടവുമുണ്ട്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ ആ പോസിറ്റീവ് സൈഡ് തീവ്രവാദികളുടെ ഭാഗത്തേക്ക് ഈ പ്രക്ഷോഭം പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, അല്ലാത്ത ചില അൺനോൺ ഔട്ട്ഫിറ്റുകളല്ല. അപ്പം ബംഗാളും കേരളവും വ്യത്യസ്തമായി ചിന്തിക്കുന്നു ഈ വിഷയത്തിലെങ്കിലും എന്നാണ് പറയുന്നത്. കാരണം മുഖ്യധാര കക്ഷിയായ മുസ്ലിം ലീഗിലേക്ക് ഇത് വരികയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ഇത് ഏറ്റെടുക്കുമ്പോൾ UDFൻ്റെ മറ്റ് കക്ഷികൾക്ക് മുസ്ലിം ലീഗിനോടൊപ്പം 100% ചേർന്ന് നിൽക്കേണ്ടി വരും. ഇവിടെയാണ് മമതാ ബാനർജി പറഞ്ഞ ഒരു നിലയിലേക്ക് കേരളവും വരേണ്ടി വരുമോ? വഖഫ് നിയമം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ കേരളവും അതേ രീതിയിൽ തന്നെ സിഎയുടെ കാര്യത്തിൽ വന്നതാണ്. പക്ഷേ ഇതൊന്നും തന്നെ ഒരു കേന്ദ്രം, നമുക്കറിയാമല്ലോ നിയമവാഴ്ച നിലവിലുള്ള രാജ്യമാണ് ഭാരതം. അവിടെ ഭരണഘടനാപരമായ തത്വങ്ങൾക്കനുസൃതമായി യഥാർത്ഥത്തിൽ ഒരു നിയമവിധേയമായി ഒരു നിയമനിർമ്മാണം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ ഫെഡറൽ തത്വമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ബാധ്യസ്ഥമാണ്. തർക്കമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ വിഷയത്തിലും തർക്കമുണ്ട്, അത് കോടതിയുടെ പരിഗണനയിലാണ്, കോടതിയുടെ വാക്ക് അന്തിമമായിരിക്കും. അത് മാത്രമല്ല, ജുഡീഷ്യൽ റിവ്യൂ അനുസരിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ കോടതിക്ക് ആ നിയമത്തെ ഭരണഘടനാ വിരുദ്ധമായി നൾ ആൻഡ് വോയിഡായി അല്ലെങ്കിൽ അൾട്രാ വൈറസായി പ്രഖ്യാപിക്കാനുള്ള നാളെ ഇതിലൊരു നിയമ പോരാട്ടം തുടങ്ങുകയാണ്. സുപ്രീം കോടതി നാളെയാണല്ലോ ഈ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്, നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആരിഫ് ഹുസൈൻ, ബംഗാളിൽ നടക്കുന്ന അക്രമം അതിന് പിന്നിൽ ആരാണ് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി CPMന്റെ പ്രസ്താവനയാണ്, അത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് BJP തൃണമൂൽ ഒരുമിച്ച് കലാപത്തിന് പ്രേരിപ്പിക്കുകയാണ്, ഇടതുമുന്നണിയും കോൺഗ്രസും ചേർന്നാണ് ബംഗാളിൽ കലാപം തടയാൻ പോരാടുന്നത്, ഹുമയൂൺ കബീറും കാർത്തിക്കുമാണ് കലാപം ഇളക്കിവിട്ടത്, കലാപം തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് 2 CPM പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, കലാപങ്ങളെ എതിർത്തതിനാണ് അവർ കൊല്ലപ്പെട്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കോൺഗ്രസ് സഖ്യമാണ് മുർഷിദാബാദിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അതിനാൽ 2026 മുൻപ് മതത്തിന്റെ പേരിൽ ഇരു പാർട്ടികളും, അതായത് തൃണമൂൽ കോൺഗ്രസും BJPയും അവിടെ ജയിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ കലാപകാരികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുർഷിദാബാദിൽ തൃണമൂൽ കോൺഗ്രസിലെ നിരവധി മുസ്ലിം നേതാക്കളുണ്ട്. അവർ സുവേന്ദു അധികാരിയുടെ സഹായത്തോടെ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. BJPയുമായി കൈകോർത്ത് കലാപം ഉണ്ടാക്കുന്നത് അവരാണ്. പകുതി BJP പകുതി തൃണമൂൽ. ഇങ്ങനെയാണ് മുർഷിദാബാദിലെ അസ്വസ്ഥതകൾക്ക് ഉത്തരവാദികളായവരുടെ അവസ്ഥ. ഇതാണ് അവിടെ CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പ്. അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ മുഹമ്മദ് സലീമിന്റെ പ്രസ്താവനയാണ്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് കലക്കവളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. അതായത് ഇപ്പം നമുക്ക് കൈ നനയാതെ ഇതൊക്കെ പറയാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറയുന്ന ആളുകളോട് എനിക്കിപ്പോൾ ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഇതുപോലെ ഒരു പ്രക്ഷോഭത്തിനുള്ള ഒരു കോപ്പ് അവർ കൂട്ടി, അവർ ഹസനുൽ മന്നയുടെ ചിത്രം അവർ വെച്ചു, അതൊക്കെ നടത്തി നമ്മൾ കണ്ടു.
അങ്ങനെ തുടങ്ങി വെച്ച സാധനം ഇവിടെ വിജയിക്കാതെ ഒരു കലാപത്തിലേക്ക് പോകാതെ നിൽക്കുന്നതിൽ ഇവിടുത്തെ CPM-ന് എന്ത് പങ്കാണുള്ളത്? ഇത് അവരൊന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എന്ത് ചെയ്തതിന്റെ പേരിലാണ് ആ കലാപം ഇവിടെ നടക്കാതെ പോയത്? ഒന്നത്. ഇനി നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ച കാര്യം എന്താണ്? അത് ഈ കലാപം ഉണ്ടാക്കാനുള്ള പണിയാണ് ചെയ്തു വെച്ചത്. കാരണം അതേ പണി തന്നെയാണ് അവിടെ CPM ആയാലും അവിടെ മമതാ ബാനർജിയും ചെയ്തത്. എന്താണത്? ഇത് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു, ഇത് മുസ്ലിങ്ങളെ വേട്ടയാടുന്ന സാധനമാണെന്ന് പറയുന്നു, ജനോസൈഡ് ആണെന്ന് പറയുന്നു, ഇത് ഈ മൈനോറിറ്റി വേട്ടയാണെന്ന് പറയുന്നു. ഇതൊക്കെ ഇവരും പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ ബംഗാളിൽ പറഞ്ഞതും കേരളത്തിൽ പറഞ്ഞതും CPM-ഉം കോൺഗ്രസും അവിടെ ഒറ്റക്കെട്ടാണ്. CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് CPM-ന്റെ പ്രസ്താവനയാണെങ്കിലും അതിൽ കോൺഗ്രസിനെയും അതേ ഗ്രൂപ്പിൽ തന്നെ ചേർത്തിരിക്കുകയാണല്ലോ. CPM കോൺഗ്രസ് എന്നാണ് അതിലേക്കാണ് വരുന്നത്. അതൊരു കാര്യം. അതായത് ആ പറയാൻ വന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ സേനാപതി പറയണ്ടായി, അതായത് ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു. ഒരു ചെറിയൊരു തോണ്ടി കൊണ്ട് എടുക്കാൻ പറ്റുന്ന സാധനം ഇന്നിപ്പോൾ JCB കൊണ്ട് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഭരണകൂടമാണെന്ന് പറഞ്ഞു. അതിന് ഉത്തരവാദി ഇവിടുത്തെ CPM ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് സേനാപതിയോട് ചോദിക്കാനുള്ളത്, അങ്ങനെ ഒരു JCB കൊണ്ട് എടുക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു എന്താണ് പ്രമേയം പാസ്സാക്കാൻ വേണ്ടി വന്നപ്പോൾ അതിനെ അനുകൂലിച്ച ആളുകളല്ലേ നിങ്ങൾ കോൺഗ്രസ്സുകാർ? അപ്പം നിങ്ങളും കൂടിയല്ലേ സത്യത്തിൽ ഈ പറയുന്ന JCB കൊണ്ട് എടുക്കുന്ന പരുവത്തിലേക്ക് ഈ സാധനത്തെ കൊണ്ടെത്തിച്ചത്? എന്നിട്ട് പിന്നെ ഇരുന്നിട്ട് അത് CPM ആണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പറയുന്ന സാധനത്തിൽ ഈ ഒരു ഭീതി വ്യാപാരം നടത്തുന്ന കാര്യത്തിൽ മമതാ ബാനർജി ആയാലും ഇവിടുത്തെ പിണറായി വിജയൻ ആയാലും ഇവിടുത്തെ കോൺഗ്രസ് ആയാലും എല്ലാവരും എടുത്തത് ഒരേ പണി തന്നെയാണ്. അതിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഈ പൗരത്വ ഭേദഗതി അതിൻ്റെ സമയത്ത് CAA-യുടെ പ്രക്ഷോഭത്തിലും ഇത് തന്നെയല്ലേ നിങ്ങൾ മുസ്ലിങ്ങളെ അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലേ ഇവിടെ നുണ പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചത്, മുസ്ലിങ്ങളെ പറ്റിച്ചു. അപ്പം ഞാനിവിടെ വീണ്ടും പറയാണ്, ഇവിടെ കേരളം കത്തിയിട്ടില്ല. എന്തുകൊണ്ട് കത്തിയില്ല? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ജാഗ്രത കൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അവരിൽ ഒരു വലിയ വിഭാഗത്തിന് ഇത്തരം എന്താണ് വയലന്റ് ആയിട്ടുള്ള സംഗതികളെ അത് നടത്തുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ഒരു ചെറിയ കഴിവെങ്കിലും കേരളത്തിന് വെളിയിലുള്ള മുസ്ലിങ്ങളെ വ്യത്യാസം ഇവിടെ ഉണ്ട്, അതിനുള്ളൊരു സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അവരെ വിശ്വാസത്തിലെടുക്കണം ആ ഒരു കാര്യത്തിൽ എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആളുകളെ കൈയഴച്ച് സഹായിക്കുന്ന പണി ഈ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതായാലും SDPI കൂട്ടുപിടിക്കുന്നതായാലും അവർക്ക് വേണ്ട എല്ലാ ഒത്താശ ചെയ്യുന്നതിൽ ആ ഭീതി വ്യാപാരം തുടക്കമിട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് അതിനുള്ള ആയുധം കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന പണി അത് തന്നെയാണ് മമതാ ബാനർജി ചെയ്തത്. അത് തന്നെയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ CPM ചെയ്തിരിക്കുന്നത്. അവിടെ പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് ഞാനല്ല അവനാണെന്ന് പറയുന്നതിൽ അത് വലിയ കഥയൊന്നുമില്ല. അത് കുട്ടികൾ കളിക്കുന്ന പോലെ എനിക്ക് അതിനകത്ത് തോന്നുന്നുള്ളൂ. അപ്പോൾ അതൊന്നുമല്ല നമ്മളിവിടെ ഇതിനകത്ത് യാഥാർത്ഥ്യം അത് പറയണം. അതന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മിഷൻ 2047 അത് നിങ്ങൾ ശരിക്കും പഠിക്കുക. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുക. അത് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റ് എടുത്ത് തീയിലിട്ടതുകൊണ്ടോ അത് തീരില്ല. ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത് അത് ഈ പറയുന്ന ജിഹാദികളുടെ ഒരു ലക്ഷ്യമായിട്ട് മാറിയ ഒരു സാധനമാണ്. അതിപ്പോൾ നിങ്ങൾ ഏത് ലോകത്ത് പോയാലും അത് അങ്ങനെ തന്നെ. അത് ഇന്ത്യ എന്നോ അഫ്ഗാനിസ്ഥാൻ എന്നോ പാകിസ്ഥാൻ എന്നോ വ്യത്യാസമില്ല. ഏത് അങ്ങാടിയിൽ പോയാലും അത് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അതാണ് നമ്മൾ ഓരോ അങ്ങാടിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അത് നടപ്പിലാക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആളുകൾ വേണമെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം ഒരു ബംഗ്ലാദേശി ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള പ്രവൃത്തി ഇവർക്ക് ചെയ്യാൻ കഴിയും. അതാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ നമുക്കതിനകത്ത് അത്രയെങ്കിലും ഞാൻ പറയണ്ടേ. കാരണം എന്താണ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം അത് തന്നെയാണ്, ഇസ്ലാമിക രാജ്യമാക്കുക. അതിൻ്റെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഡോക്യുമെന്റ് ഞാൻ എടുത്തു പറയാൻ കാരണം അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ 3-4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള സിവിൽ ആയിട്ടുള്ള ഇഷ്യൂസ് അത് പൊക്കിയെടുത്തിട്ട് അതിനകത്ത് മുസ്ലിങ്ങൾ വേട്ടയാടുന്നു എന്നുള്ളൊരു ഒരു നറേറ്റീവ് നമ്മൾ പടച്ചു വിട്ടിട്ട് ഇനി അങ്ങനെ നറേറ്റീവ് ഉണ്ടാക്കാനുള്ളൊരു വകുപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് മുസ്ലിങ്ങളെ നമ്മളുടെ വഴിയെ കൊണ്ടുവരണം. ഇതാണ് അവർ അതിനകത്ത് എഴുതി വെച്ചത്. നിങ്ങൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്? എന്നിട്ട് നമ്മൾ അത് വെച്ചുകൊണ്ട് ഇവിടുത്തെ SC ST OBC-കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അംബേദ്കറെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ കൊടിയെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഇതിനേക്ക് അവരെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കണം. എന്താ നമ്മുടെ ലക്ഷ്യം? അത് ശരിയാ ഭരണമാണ്. അങ്ങനെ വെൻ ദ ഫൈനൽ ഷോ ഡൗൺ കംസ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ആ സമയം കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ശരിയാ ഖുർആൻ അവിടെ എടുത്ത് കയറ്റി വെക്കണം. ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഞെട്ടലില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നടുങ്ങൽ നിങ്ങൾ രേഖപ്പെടുത്തുന്ന പോലും. ശ്രീ സേനാപതി വേണു, ഞാൻ CPM-ന്റെ വാർത്താ ഗ്രൂപ്പിലേക്ക് തന്നെ വരാം. അവിടെ കോൺഗ്രസിനെയും വ്യത്യസ്തമായിട്ടല്ല CPM കാണുന്നത്. നിങ്ങൾ അവിടെ സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ CPM കോൺഗ്രസ് എന്ന രീതിയിൽ തന്നെയാണ് ശ്രീ മുഹമ്മദ് സലീം ആ വാർത്താ ഗ്രൂപ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വികലമായ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത് മുർഷിദാബാദ് കലാപത്തെക്കുറിച്ച്? അതാണ് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞത്, അത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന്. അല്ല മഞ്ജുഷ, അവിടെ 2 ഭരണകൂടങ്ങൾ, ഒന്ന് സംസ്ഥാന ഗവൺമെന്റും ഒന്ന് കേന്ദ്ര ഗവൺമെന്റും. അവിടെ ഈ കലാപത്തിന് പിന്നിലുള്ള ശക്തികൾ ആര് എന്നുള്ളത് അത് കണ്ടെത്തണമല്ലോ. അത് കണ്ടെത്തിയെങ്കിൽ മാത്രമല്ലേ അത് SDPI ആണോ അല്ലെ പഴയ പോപ്പുലർ ഫ്രണ്ട് ആണോ ഇനി വേറെ ഏതെങ്കിലും എന്താ പറയുക ഇന്ത്യ സെക്കുലർ ഫ്രണ്ട് എന്ന് പറയുന്നത്, ഇതാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? വളരെ പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഈ കലാപം ഒന്ന് വ്യാപിക്കുന്നു. ആ കലാപം വ്യാപിച്ചതിന് ശേഷം അത് എന്താ പറഞ്ഞ
ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഇത് നടക്കുന്നു. അപ്പം ഇവരുടെ ലക്ഷ്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ അതൊരു സാമുദായിക ധ്രുവീകരണമാണ്. ആ സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരാണ്? അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇത് അന്വേഷണം നടത്തണം. കാരണം ഞങ്ങള് 47 മുതൽ 77 സിദ്ധാർത്ഥ ശങ്കർ റായി അധികാരം ഒഴിയുന്നവരെ ഞങ്ങൾ ഭരണം നടത്തിയവരാണ്. 77 ശേഷം 2011 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു കാര്യം ശ്രീ RV ബാബു പറഞ്ഞതിന് അനുബന്ധമായിട്ട് ഞാൻ പറഞ്ഞു, ഈ കാലഘട്ടങ്ങളിൽ ബംഗാളിൽ സാമുദായിക കലാപങ്ങൾ താരതമ്യേന കുറവായിരുന്നു. രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോൺഗ്രസ്സുകാരെ ഒരുപാട് പേര് 27,000 ആളുകൾ രാഷ്ട്രീയ എതിരാളികളെ കാണാതായിട്ടുണ്ട് 35 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം. പക്ഷേ സാമുദായികമായിട്ടുള്ള സംഘർഷങ്ങൾ കുറവായിരുന്നു. പക്ഷെ അതിപ്പോ വല്ലാത്ത ഒരു രീതിയിൽ, ഭയാനകമായ ഒരു രീതിയിൽ, അത് തന്നെ ഈ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സംഘർഷവും അതും ഒരു എന്താ പറഞ്ഞ അത് ജാതി സംഘർഷത്തിലേക്ക്, പൊളിറ്റിക്കൽ സംഘർഷം എന്നതിനേക്കാൾ ഉപരിയായി ജാതി സംഘർഷത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ, ഇത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? ഇതിന്റെ മോട്ടീവ് എന്താണ്? ഇതിന്റെ ബെനിഫിഷ്യറീസ് എന്താണ്? ഇത് കണ്ടെത്താൻ കഴിയുന്നത് ഇനിയിപ്പോ സംസ്ഥാന ഗവൺമെന്റ് സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവിടെ മലയാളിയായ ഗവർണർ, അദ്ദേഹത്തിന്റെ സംഘം പ്രത്യേകമായി അവിടെ പോകുന്നു, അന്വേഷിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നു. യെസ്, ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇവിടെ എന്തൊരു കരുതലാണ് കാണിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കരുതൽ ഇത് മണിപ്പൂരിന്റെ വിഷയത്തിൽ എന്താ നിങ്ങൾ കാണിക്കാഞ്ഞത്? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അത് അവിടെ എന്തോ വർഗീയതയാണെന്നല്ല, ഹിന്ദു ക്രിസ്ത്യൻ വർഗീയതയാണെന്നല്ല നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്നത് ഒരു എത്നിക് ക്ലാഷ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതുപോലെ ഒരു അന്വേഷണത്തിന് നിങ്ങൾ അന്ന് അവിടെ കാത്തു നിൽക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടുത്തെ യാഥാർത്ഥ്യം പുറത്ത് വരട്ടെ എന്നുള്ള ഒരു കരുതൽ നിങ്ങൾ അന്ന് അവിടെ കാണിക്കാഞ്ഞത്? ഇതിൽ നിങ്ങൾ ഇതെല്ലാം കാണിക്കുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇവിടെ ഇരകളായിട്ട് വന്നിരിക്കുന്നത് ഹിന്ദുക്കളും ഇവിടുത്തെ പെർപെട്രേറ്റേഴ്സ് ആയിട്ട്, ഇതിന്റെ ഈ അക്രമകാരികളായിട്ട് വന്നിരിക്കുന്നത് ജിഹാദികൾ ആയിട്ടുള്ള, മുസ്ലിങ്ങളിൽപ്പെട്ടുള്ള ജിഹാദികളായതുകൊണ്ട് തന്നെയാണ്. അത് സമ്മതിക്കൂ, എന്നിട്ടേ മുന്നോട്ട് പോകാൻ പറ്റും. എന്നാലേ ചർച്ച നമുക്ക് ഇവിടെ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അല്ല, സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ ആരെ എന്നുള്ളത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ കണ്ടെത്തിയില്ല, അത് മണിപ്പൂരിൽ നിങ്ങൾ ചെയ്തില്ല എന്നാ ഞാൻ പറഞ്ഞത്. സേനാപതി വേണു, ബംഗാളിൽ ഇപ്പോൾ മുർഷിദാബാദിലെ അക്രമത്തിന്റെ പിന്നിൽ തൃണമൂൽ BJP എന്നുള്ള ആ CPM-ന്റെ നറേറ്റീവ് ഉണ്ടല്ലോ, അത് തന്നെയല്ലേ കോൺഗ്രസിന്റെ നറേറ്റീവ്? അല്ല ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അവിടെ കലാപം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ആ കലാപത്തിലൂടെ സംസ്ഥാനത്ത് മൊത്തത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ധ്രുവീകരണം, ആ ധ്രുവീകരണം ആഗ്രഹിക്കുന്ന ശക്തികൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം സമഗ്രമായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് അന്വേഷിച്ച് പുറത്തു വന്നുവെങ്കിൽ മാത്രമേ ഇതെവിടെ നിന്നാണ് ഈ പെട്ടെന്ന് ഈ തീ ആളുന്നത്, ഈ ആളാനുള്ള കാരണം എന്ത്? അത് അവരുടെ പ്രസംഗത്തിൽ വ്യക്തമല്ലേ? അവര് പച്ചക്കല്ലേ പറയുന്നത് ഹിന്ദുക്കളെ ഞങ്ങൾ വേട്ടയാടും. ഇത് TV നിങ്ങൾ കാണുന്നില്ല? എന്താ ന്യൂസ് നിങ്ങൾ കാണാത്തത്? അവിടെ അവർ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊടി ഉയർത്തിയിരിക്കുന്നത് പാലസ്തീന്റെ കൊടിയും അതുപോലെ മറ്റേ ഹമാസിന്റെ കൊടിയൊക്കെയാണ് അവർ ഉയർത്തി വെച്ചിരിക്കുന്നത്. അവർ പച്ചക്കാ പറയുന്നത് ഹിന്ദുക്കളെ വേട്ടയാടും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കും, നിങ്ങളെ ആണുങ്ങളെ കൊല്ലും, പെണ്ണുങ്ങളെ വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് കുടുംബം ഉണ്ടാക്കി തരാമെന്ന് വരെ പച്ചയ്ക്ക് പറയാണ്, കാഫറുകളെ എന്ന് വിളിച്ചിട്ട്. നിങ്ങൾക്ക് എന്താ അത് കാണാൻ പറ്റാത്തത്? ഇതിലെന്താണ് അന്വേഷണം നടത്തേണ്ട കാര്യം എന്തോള്ളത്? നിങ്ങൾ വാർത്ത കണ്ടാ പോരെ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇനി ഒരു സംസ്ഥാന ഭരണകൂടം തകർന്നുവെങ്കിൽ അവിടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ നടത്താമല്ലോ. എന്ത് അങ്ങനെ ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല? അപ്പോ കുറെ കാര്യം അത് പറഞ്ഞത് നന്നായി. ഇനി ഇടപെടുമ്പോ എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് ചോദിക്കാതെ, അത്ര എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇടപെടണമല്ലോ. നിർദോഷികളായ ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, അവർ ആട്ടിപ്പായിക്കുന്നിടത്ത് ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണമല്ലോ. അവിടെ ജാതിയോ മതമൊന്നും പ്രശ്നമല്ലോ. അവിടെ ഗവൺമെന്റ് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകണം. കാരണം ഇത് അടിച്ചമർത്തിയേ മതിയാവൂ, അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഈ ഇഷ്യൂസിനെ അടിച്ചമർത്തിയേ മതിയാവൂ. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. എങ്ങനെ സേനാപതി അപ്പ നടപ്പാക്കാൻ ആവശ്യപ്പെടുവോ ബംഗാളിൽ? അല്ല, ബംഗാളിൽ അത് നടപ്പാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇല്ലല്ലോ. അല്ല അത് ആംഡ് ഫോഴ്സിന്റെ പ്രത്യേക RV ബാബു ആംഡ് ഫോഴ്സിന്റെ പ്രത്യേക നിയമം എന്തുകൊണ്ടാണ്? ഞാൻ സൈന്യത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളെ എനിക്ക് അതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുന്നു. അത് ചില പ്രദേശങ്ങളിൽ നടപ്പിലാക്കേണ്ടത് അവിടെ വളരെ പ്രത്യേകമായ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ലോക്കൽ പോലീസിനോ ലോക്കൽ ഗവൺമെന്റിനോ തടയാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ നിയമം അവിടെ, ആംഡ് ഫോഴ്സിന്റെ പ്രത്യേക നിയമം അവിടെ നടപ്പിലാക്കിയത്. അത് എന്നാ പിന്നെ നമുക്ക് അടിയന്തരാവസ്ഥയാക്കി കളയാം. ബംഗാളിൽ ഇടപെടേണ്ടത്.
എന്നാൽ പിന്നെ നമുക്ക് അടിയന്തരാവസ്ഥയാക്കി കളയാം. അല്ലല്ലോ, അങ്ങനെ അല്ല. അടിയന്തരാവസ്ഥയാക്കി കളയാമെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ വരേണ്ട സാഹചര്യം, അടിയന്തരാവസ്ഥ വരാതെ പറ്റത്തില്ലോ. അതുകൊണ്ടല്ലേ അല്ല, എങ്ങനെയാന്ന് പറയൂ. എന്തുകൊണ്ടാണ് ശ്രീ ആർ വി ബാബു ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കാമെന്നുള്ള ആ പ്രൊവിഷൻ എഴുതി വെച്ചിരിക്കുന്നത്? അടിയന്തരാവസ്ഥ നടപ്പിലാക്കേണ്ട സാഹചര്യം വന്നാൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയേ മതിയാവൂ. കാരണം അത് രാജ്യത്തിന്റെ എന്താ പറഞ്ഞ അഖണ്ഡതയെ തകർക്കുന്ന നീക്കം വരുമ്പോൾ അത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കേണ്ടി വരും. ഇവിടെ ഇപ്പോ നിയമമോ അഫ്സയോ അതോ അല്ല എന്താ പറഞ്ഞ എമർജൻസിയോ അല്ല ഇപ്പൊ നടപ്പിലാക്കേണ്ടത്. മറിച്ച് അവിടെ കലാപകാരികൾ അവസാനമായിട്ടൊരു കാര്യം, ഒറ്റ കാര്യം, കലാപകാരികൾ എന്ന് പറയുമ്പോൾ അവിടെ അല്ല, കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് തൃണമൂലും BJP-യും അവിടെ കലാപം നടത്തുന്നു. ആ കലാപം നേരിടുന്നത് CPM-ഉം കോൺഗ്രസും ചേർന്നാണ്. അതല്ലാതെ മറ്റൊരു നിലപാടില്ലല്ലോ ശ്രീ സേനാപതി വേണു. അല്ല, അവിടെ കലാപം നടത്തുന്നത് രാഷ്ട്രീയത്തിന്റെ മറവിൽ ചില ആളുകൾ കലാപം നടത്തുന്നു. ആ കലാപത്തിന് ഇപ്പൊ ചിലപ്പോ തൃണമൂൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ BJP-യോ അവരെങ്ങനെ പിന്തുണ കൊടുക്കുന്നു എന്ത് ആ പിന്തുണയെ കുറിച്ചുള്ള ശ്രീ ആർ വി ബാബു, രാഷ്ട്രീയ വൈര്യം തീർക്കുന്നതിനുള്ള പ്രക്ഷോഭം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോഴും അതിനെ കാണുന്നത്. അല്ലല്ല, ഇപ്പോൾ അവിടെ നടക്കുന്ന വയലൻസ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക്. സേനാപതി യഥാർത്ഥത്തിൽ ഈ കലാപത്തിന് വഴിമരുന്നിട്ട് കൊടുത്തത് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്. ബംഗാളിൽ നടക്കുന്ന പ്രചരണം എന്താണെന്ന് അറിയാമോ സേനാപതി? ബംഗാളിൽ മാത്രമല്ല, മുഴുവൻ ഭാരതത്തിലും മുസ്ലിങ്ങളെ നിങ്ങൾ CAA വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ച പോലെ നിങ്ങളുടെ പ്രസ്ഥാനം, കോൺഗ്രസ് അടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളുടെ മുഴുവൻ സ്വത്തും കവർന്നെടുക്കപ്പെടും, നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ ഒരു വ്യാജ പ്രചരണം, ഈ ഒരു വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പ്രചരണം നിങ്ങൾ വ്യാപകമായി മുസ്ലിങ്ങളുടെ ഇടയിൽ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ മുസ്ലിങ്ങൾ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വഖഫ് വിഷയത്തിലെ വിരകളാക്കപ്പെട്ടവരിലെ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളല്ലേ. 40,952 കേസുകൾ വഖഫുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ 10,000-ഓളം കേസുകൾ മുസ്ലിങ്ങളുമായിട്ടാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഇരകളാക്കപ്പെട്ട വിഭാഗങ്ങൾ ഈ വഖഫ് വിഷയത്തിൽ ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളുണ്ട്. പക്ഷെ നിങ്ങളത് മറച്ചു വെക്കുന്നു. നിങ്ങൾ എന്നിട്ട് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. CAA വിഷയത്തിൽ നിങ്ങളിത് പറഞ്ഞില്ലേ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും, അവരുടെ ഉപ്പാന്റെ രേഖകൾ കൊണ്ടുവരേണ്ടി വരും, ആ രേഖകൾ ഹാജരാക്കി എല്ലാവരെയും ഇന്ത്യക്ക് പുറത്താക്കും എന്ന് നിങ്ങൾ നടത്തിയ വ്യാജ പ്രചരണം, നിങ്ങൾ നടത്തിയിട്ടുള്ള കടുത്ത ആ വർഗീയ പ്രചരണം, ആ വർഗീയ പ്രചരണമല്ലേ ഇന്ത്യയിൽ ഒരു വലിയ മത ധ്രുവീകരണം ഉണ്ടാക്കിയത്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വലിയ ധ്രുവീകരണം നിങ്ങളുടെ വ്യാജ പ്രചരണം കൊണ്ടുണ്ടായതാണ്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. അതായത് റിലീജിയസ് പെർസിക്യൂഷന് വിധേയരാകുന്ന ജനവിഭാഗം, അതിന്റെ അകത്തുനിന്ന് ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് CAA നടപ്പിലാക്കിയപ്പോൾ ഞങ്ങൾ അതിനെയാണ് എതിർത്തത്. അത് നിങ്ങൾക്ക് CAA എന്താണ് എന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണ്. അത് എന്താണെന്ന് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പറയില്ല. കാരണം എന്താണ്, ഇത് നെഹ്റു ലിയാഖത്ത് പാക്റ്റും അന്നുണ്ടായ കരാറിന്റെയും ഒരു കംപ്ലീഷൻ അല്ലേ അവിടെ വെച്ചിരിക്കുന്നത്. അത് ഒരു എൻഡ് പോയിന്റിന് വേണ്ടിയിട്ടല്ലേ അത് അവിടെ വെച്ചത്. അത് മനസ്സിലാക്കാതെ ഇത് മുന്നോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്ക് ആദ്യം അറിയില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറയാണ്. ഇവിടെ എന്താണ്, ഇവിടെ ഈ മുനമ്പത്തെ വിഷയം അത് ഒറ്റ സെക്കൻഡോട് പരിഹരിക്കേണ്ടത് നിങ്ങൾ പരിഹരിക്കുന്നില്ല എന്ന് ഒരു വശത്ത് പറയുന്നു കോൺഗ്രസിന്റെ പ്രതിനിധികൾ. എന്നിട്ട് അവർ തന്നെ ഈ സാധനം പരിഹരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് JCB കൊണ്ട് തോണ്ടാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിലേക്ക് പ്രമേയം പാസ്സാക്കുന്ന ആളുകളായിട്ട് മാറുന്നു. അപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു വശത്ത്, എന്നിട്ട് അത് പരിഹരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു വശത്ത്. ഇതിവിടെ കാണുന്നു, മുനമ്പത്ത് അതാണ് കണ്ടത്. ഇനിയിപ്പോ ഇവിടെ വെസ്റ്റ് ബംഗാൾ എന്താ കാണുന്നത്, കേരളത്തിൽ എന്താ കാണുന്നത്, മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കലാപത്തിലേക്ക് വിട്ടു. എന്നിട്ട് പറയുന്നത് എന്തുകൊണ്ട് അടിച്ചമർത്തുന്നില്ല എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഇത് എന്ത് തരം വാദാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുഴപ്പങ്ങൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. നിങ്ങളാണ് ഈ മുസ്ലിങ്ങളെ കലാപത്തിലേക്ക് തള്ളിവിട്ടത്. നിങ്ങളാണ് ഈ കലാപകാരികൾക്ക് വാളെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളാണ് ഈ ഭീതി വ്യാപാരം നടത്തിയത്. അത് നിങ്ങൾ അവസാനിപ്പിക്കൂ, അത് നിങ്ങൾ തിരിച്ചറിയൂ. ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അപേക്ഷയാണത്. കാരണം ഈ പൗരത്വ ഭേദഗതി ബില്ല് നടക്കുന്ന അതിന്റെ ആ വിഷയത്തിൽ അന്ന് അതിന് അനുകൂലമായിട്ട് നിന്ന ആള് പിന്നെ ഞാൻ തിരിച്ചു മനസ്സിലാക്കിയിട്ട് തിരിഞ്ഞു വന്ന ആളാണ്. എനിക്കറിയാം ഇതിനകത്ത് എവിടെയാണ് ആള് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ അദ്ദേഹത്തെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ പ്രശ്നം അവർ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ. ഈ ഭീതി വ്യാപാരം നടത്തിയ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇത് അവർ ചെയ്ത് വെച്ച് ഇന്നിപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ മുനമ്പത്ത് ഇന്ന് മന്ത്രി വന്ന് പറഞ്ഞു എന്തുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതേ ആളുകളാണ് അവിടെ പോയിട്ട് പ്രമേയം പാസ്സാക്കി, സംയുക്ത പ്രമേയം പാസ്സാക്കിയത്.
എന്നിട്ട് അവരാണ് ഈ സാധനം സോൾവ് ആക്കാതിരിക്കാനുള്ള വഴികൾക്ക് തുടക്കം വെച്ചത്, ഇവരെ പറഞ്ഞ് പറ്റിച്ചത്, ഇവരെ പേടിപ്പിച്ചത്, മുസ്ലിങ്ങളെ വരെ ഇളക്കി വിട്ടത്. അങ്ങനെയാണ്. പിന്നെ നമ്മളിത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞല്ലോ, സെക്ഷൻ 2A പ്രകാരമുള്ള ചില എക്സംഷൻസ് ഇവിടെ വരും. അത് കോടതിയിലൂടെയാണ് സ്ഥാപിച്ചെടുക്കുള്ളൂ. അത് അതിൻ്റെ നിയമവഴിയിലൂടെ പോയി അത് അവസാനം കണ്ടെത്തും. അതങ്ങനെ അനന്തകാലം നീണ്ടു കിടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ കുറച്ച് നാൾ മുന്നേ മറ്റൊരു ചർച്ച അവിടെ മുനമ്പത്ത് പോയി നടത്തിയപ്പോൾ അന്നൊരു കോൺഗ്രസ്സുകാർ എൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞു ഇതേ കാര്യം നമ്മളവിടെ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞതിൻ്റെ ഓർമ്മ ഇങ്ങനെയാണ്. അതായത് ഇത് എന്തുകൊണ്ട് നിങ്ങൾ പരിഹരിച്ചില്ല എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാ, ചില സാധനങ്ങൾക്കൊക്കെ നിയമപരമായിട്ടൊക്കെ ഉള്ള സാധനങ്ങളിലൊക്കെ ചില സമയമൊക്കെ എടുക്കൂല്ലേ, നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടിയാലോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഇപ്പോൾ ഇതേ ആളുകൾ, ഇതേ കോൺഗ്രസിൻ്റെ ആൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ അനന്തകാലം നീട്ടിയിടുന്നത്, ഇത് ടപ്പേന്ന് പരിഹരിച്ചുകൂടെ എന്നാണ് ഇപ്പോൾ അവർ ചോദിക്കണത്. അപ്പോൾ നിങ്ങളിത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്ക് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതാണ്. പിന്നെ ഈ ചർച്ച, നമ്മളുടെ ഈ ന്യൂസ് 18 ചർച്ച 1 മണിക്കൂറിനുള്ളിൽ തീർക്കേണ്ടതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സമയം വളരെ കുറച്ചേ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എന്തായാലും ഇതായിരുന്നു അവിടെ നടന്ന ഒരു സംഭാഷണം എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക ഒരു വശത്ത്, എന്നിട്ട് സോൾവ് ആക്കാൻ വേണ്ടി മറ്റൊരു വശത്ത് എന്തുകൊണ്ട് സോൾവ് ആക്കുന്നില്ല എന്ന് ചോദിക്കാം. ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ ഇതിനകത്തേക്ക് ഭീതി വ്യാപാരം നടത്തി ഈ ഒരു കലാപത്തിലേക്ക് തള്ളിവിട്ട് ഇന്ന് വെസ്റ്റ് ബംഗാൾ എന്താ നടക്കുന്നത് നിങ്ങൾ കണ്ടോ? അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഒന്നും ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം ഭീകരമായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളൊക്കെ പറയുന്നത് കേൾക്കണം. അതായത് നിങ്ങളെ പുരുഷന്മാരെയൊക്കെ ഞങ്ങൾ തട്ടും, എന്നിട്ട് ഇവിടെ കാശ്മീർ പോലെയാക്കും, നിങ്ങൾ ഞങ്ങളെ കൂടെ നിങ്ങളെ കുടുംബം ഞങ്ങളാക്കി തരാം എന്ന് വരെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫും പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോലും തമ്മിൽ എന്താ ബന്ധം? അതിപ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഗുരുനാഥൻ, എന്നെ തോപ്പിച്ച ഗുരുനാഥൻ ഉണ്ടല്ലോ, നമ്മളുടെ ഹൈത്തമി പറഞ്ഞാണ് എനിക്ക് ചോദിക്കുക അതിനെന്താ കുഴപ്പം എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. യുദ്ധസന്ദർഭത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ പിടിക്കും, അതിനെന്താ കുഴപ്പം? ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് വെസ്റ്റ് ബംഗാൾ നടക്കുന്നു സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ പറയുന്നത്. എന്നിട്ടും നമ്മളെ നാട്ടുകാർ പറയുന്നത് എന്താ, ഇത് അങ്ങനെയല്ല, അന്വേഷണം നടക്കട്ടെ, ഒരു ഉത്തരം സാധനമൊക്കെ പുറത്തേക്ക് പറ്റേ. എന്തൊരു കരുതലാണെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഇത് ഈ ഒരു ആനുകൂല്യം, ഇങ്ങനെ വസ്തുതകൾ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച, അത് ഈ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴും അവർ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും പറയുന്നത് അത് ക്രിസ്ത്യൻ ഹിന്ദു എന്തോ ക്ലാഷ് ആണെന്നല്ലേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്ന്, ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന കാക്കാമാരോടാണ് ഞാൻ ചോദിക്കുന്നത്. മണിപ്പൂരിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയും. മണിപ്പൂരിൽ എവിടെയാണ് ഹിന്ദു ക്രിസ്ത്യൻ ആ ഒരു അക്രമം അവിടെ നടന്നിട്ടുള്ളത്? അവിടെ നടന്നത് മെയ്തി കുക്കി 2 വംശങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അത് കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ്. അതിനകത്ത് മതമല്ല അവിടുത്തെ വിഷയം. അവരങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ചതിൽ 2 വശത്തും ക്രിസ്ത്യൻ പള്ളികളും അമ്പലങ്ങളും ഉണ്ട്. അവിടെ വിഷയം അമ്പലമോ പള്ളിയോ ആയിരുന്നില്ല. ഇത് പറയാൻ പോലും നിങ്ങൾക്ക് പറ്റാതെ, ഇത് മതത്തിൻ്റെ പ്രശ്നമാണെന്ന് വരുത്തി തീർത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ വാദങ്ങൾ ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് കണ്ടപ്പോൾ ഇപ്പോഴും നിങ്ങളതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുകയാണ് വസ്തുത വരട്ടെ എന്ന്. നിങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് പറയണം. സൗകര്യമില്ല. ഉള്ള വസ്തുത വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പ്രതികരിക്കാമെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എനിക്കും സാധിക്കും. അവിടെ വന്നിട്ട് നിങ്ങൾ വസ്തുത വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങളായിട്ട് ഈ വഴിക്ക് വരരുത്, വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പും ഈ ഹിപ്പോക്രസി അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. അത് നിങ്ങൾ ഇവിടെ തിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വളരെ മികച്ച ഒരു അവസരമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇനി കേരളം ഇതുപോലെ കത്തേണ്ടതാണ്. ഇന്നും കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും എപ്പോൾ വേണേലും കത്താമെന്നുള്ളൊരു സാധനമാണ് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ആ ക്രെഡിറ്റ് കൊടുക്കുക ഇവിടെ ബോധമുള്ള മുസ്ലിങ്ങൾക്കാണ്. കാരണം ഈ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളുകളുടെ കെണിയിൽ പെടാൻ സാധിക്കാതെ പോയി എന്നുള്ളത് ഒന്നത്. 2, ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തത്, അതുണ്ടാക്കിയിട്ടുള്ള ആ ബെനിഫിറ്റ് അത് ചെറുതല്ല. കാരണം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആ തീവ്രവാദ കൂട്ടങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ അവർ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. ഈ അവലും മലരും അതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നിലനിന്നിരുന്ന ആളുകൾ ഇന്ന് അകത്ത് കിടക്കുന്നതുകൊണ്ടും കൂടിയാണ് കേരളം കത്താതിരിക്കുന്നത്. അപ്പോൾ ഈ നിരോധനം കൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഗുണം. പക്ഷേ ഇതുപോലെ ഒരു ഗുണം അവർക്ക് അവിടെ ലഭിച്ചിട്ടില്ല. കാരണം എന്താണ്, അവിടെയുള്ള മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഫോഴ്സസ് ഇപ്പോഴും അവിടെ ഒരു പോപ്പുലർ ഫ്രണ്ട് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. അവിടെ അനേകം മറ്റ് ഗ്രൂപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിന്നുമൊക്കെയുള്ള നുഴഞ്ഞു കയറിയിട്ടുള്ള ആളുകൾ അത് വേറെയുണ്ട്. ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കേണ്ട പോലെ എത്തിക്കുക എന്ന് പറയുന്നത് അത് എളുപ്പമല്ല. കാരണം വളരെ പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ഇതുപോലെ അവരെ ഇമോഷണലി അവരെ ഇതുപോലെ കോർത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള കലാപങ്ങൾക്ക് വരെ ഇങ്ങനെ ഇളക്കി വിടാനുള്ള സാഹചര്യം അത് മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമാണ്. ഒരു വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ വെച്ചിട്ടൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഒസാമ ബിൻ ലാദന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കാതെ ഇറങ്ങിപ്പോയത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അന്ന് ഒരാൾ അതിനകത്ത് ഞാനുണ്ട് എന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴും എനിക്ക് അഭിമാനമാണ്. പക്ഷേ അന്ന് ആ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ആ പള്ളിയിൽ അന്ന് ഒസാമയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച ആളുകളാണ്. അപ്പോൾ
ഒരു മുസ്ലിം സമുദായത്തിൽ ഒസാമ ബിൻ ലാദനെ എങ്ങനെ കാണണം എന്നുള്ളത് അവരുടെ ചിന്തയ്ക്ക് വിട്ടുകൊടുക്കുന്നതിന് പകരം അത് പള്ളി മിമ്പറിൽ നിന്ന് ഉസ്താദ് പറയുന്നതിന് കണക്കിന് ഇങ്ങനെ ഇടയൻ്റെ പിന്നാലെ പോകുന്ന ആടിനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ ദ ബാക്ക് പൈപ്പർ എന്ന് പറയുന്ന ആ ഒരു ചിത്രം നിങ്ങളുടെ ഓർമ്മ ഉണ്ടാവും, കുറേ എലികളെയും കൂട്ടി ഇങ്ങനെ പോകുന്ന ഒരു ബാക്ക് പൈപ്പർ, അതുപോലെ ഒരു കൂട്ടം ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ തലച്ചോറുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങുക. ഹൃദയം അതുകൊണ്ട് ചിന്തിക്കുന്നത് നിങ്ങൾ ഓഫാക്കുക, എന്നിട്ട് തലച്ചോറുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ ശീലിക്കുക. ഇതാ വേണ്ടത്. എന്നാലേ ഈ കാര്യത്തിലൊരു തീരുമാനമാവുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ കാണുന്ന രീതിയിൽ കത്താതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയൊരു ക്രെഡിറ്റ് പോകുന്നത് കുറച്ചെങ്കിലും ബോധമുള്ള മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സമ്മതിക്കണം. എന്നാലും അവരെ ഇപ്പോഴും കുത്തിത്തിരിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അതിന് പിന്നാലെ നടക്കുന്ന വലിയ കൂട്ടം ആളുകൾ, അതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ ഒരു കുറവൊക്കെ പരിഹരിക്കുന്ന ആരാണ്? അത് ഇന്നിപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് മാറുകയാണ്. അപ്പോൾ അവർ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. മുസ്ലിങ്ങളെ നിങ്ങൾ വേട്ടയാടാൻ പോവുകയാണ്, ഇത് വേട്ട എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീതി വ്യാപാരം അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ വീണ് പോകരുത്. ഇത് മുസ്ലിങ്ങളെ ബാഡ്ലി അഫക്റ്റ് ചെയ്യുന്ന സാധനമല്ല ഈ വഖഫ്. വഖഫിൻ്റെ നിയമമാണ് നിങ്ങൾ അഫക്റ്റ് ചെയ്യുക. ഇവിടെ പറയാറുണ്ട് 40,000-40,000 കേസ് ഉള്ളതിൽ ഏതാണ്ട് 15,000 കേസ്, 13,000 ചില്ലാനുമാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും 10,000-ലധികം കേസുകൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. അതായത് ഈ വഖഫ് നിയമത്തിൻ്റെ ഇരകൾ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത കണ്ടു. തളിപ്പറമ്പ് ഒരു കോളേജ്, അവരുടെ സ്ഥലം, അത് പള്ളിയുടെ സ്ഥലം വിട്ട് പാട്ടത്തിനെടുത്ത് റൺ ചെയ്തിരുന്ന ആ സ്ഥലം അത് അവരുടേതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്ലെയിം കൊടുത്തിരിക്കുകയാണ്. അതിന് അവർ ഉപയോഗിച്ചത് എന്താണ്? ഈ അമെൻമെൻറ്റാണ്. അപ്പോൾ ഇവിടെ ഈ കോളേജിൻ്റെ പിന്നിൽ ഉള്ള മുസ്ലിം ലീഗ് തന്നെയാണ് ഈ കേസിന് പോയിരിക്കുന്നതെന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. അവർക്ക് പോകാൻ കഴിഞ്ഞെന്തുകൊണ്ടാണ്? ഇപ്പോൾ പോകാനുള്ളൊരു വകുപ്പുണ്ട് എന്നുള്ളതുകൊണ്ട്. കാരണം പണ്ട് അതിന് പറ്റൂലായിരുന്നു. ഈ അമെൻമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. ഇനി അത് കോടതി കയറി കളിക്കും. അപ്പോൾ അവസാനം എന്താ ഉണ്ടാവാൻ പോണത്? ഇവരുടെ പൊസഷൻ ഇവരുടെ കയ്യിലായിരുന്നു കുറേ നാൾ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ഏറ്റെടുക്കാനുള്ളൊരു സാധ്യത, അവിടെ ചെറിയൊരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷേ ഇതിനേക്കാൾ വലിയ സാധ്യത പരിഹരിക്കപ്പെടാനുള്ളത് അതാണ് നമ്മളുടെ മുനമ്പത്തെ ജനങ്ങൾക്കുള്ളത്. എന്നിട്ടാണ് അത് ഇപ്പോഴും വന്ന് പറയുന്നത് അത് പരിഹരിക്കപ്പെടില്ല, പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിക്കുകയാണ്, ഇത് പരിഹരിക്കപ്പെടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നോ ഇത് പരിഹരിക്കാൻ? മുനമ്പത്തെ ജനങ്ങളെ ഇതുപോലെ പറ്റിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് അവരെ പറ്റിച്ചത്? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണ്? പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടരുത്, പ്രശ്നങ്ങൾ എന്ന് പ്രശ്നങ്ങളായിട്ട് നിൽക്കണം, എന്നിട്ട് അതിൽ മുതലെടുക്കണം എന്നതാണോ അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ BJP മുതലെടുക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങൾക്ക് മുതലെടുക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ BJPക്ക് മുതലെടുക്കാമല്ലോ. ആര് വളരെ മികച്ച രീതിയിൽ മുതലെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അവർക്ക് വോട്ട് കിട്ടും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ മികച്ച രീതിയിൽ വോട്ട് നേടുന്ന രീതിയിൽ നിങ്ങൾ മുതലെടുക്കൂ. നിങ്ങളുടെ മുതലെടുപ്പ് രീതി ഇന്ന് നാട്ടുകാർക്ക് മടുത്തു. അതിലെ കള്ളത്തരം അവർ തിരിച്ചറിയുന്നു, അതിലെ പൊള്ളത്തരം മനസ്സിലാക്കുന്നു, അതിലെ കാപട്യം മനസ്സിലാക്കുന്നു, ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങളുടെ മുതലെടുപ്പ് ആത്മാർത്ഥമല്ല എന്നുള്ളത്. മുതലെടുക്കുന്നതൊന്നും വിഷയമുള്ള കാര്യമില്ല. കാരണം എന്താണ്? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുപ്പ് തന്നെയാണ്. ഒരു കോമൺ ഗോൾ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ആളുകളെ ക്യാമ്പയിൻ ചെയ്ത് അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക, ഇത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൽ നിങ്ങളൊരു നൈതികത ഉയർത്തിപ്പിടിക്കണം, സത്യസന്ധത വേണമെന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ നിങ്ങളത് കാണിക്കുന്നില്ല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയും എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുകയും എന്നിട്ട് അതിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല എന്ന് മറ്റുള്ള ആളുകളോട് ചോദിക്കുക. പ്രശ്നം ഉണ്ടാക്കിയതാരാണ്? അത് നിങ്ങളല്ലേ. അത് നിങ്ങൾ പറയില്ല. ഈ വഖഫ് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവിടെ ബംഗാൾ കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ഇവിടുത്തെ പ്രതിപക്ഷമാണ്. കാരണം എന്താണ്? ഈ പ്രതിപക്ഷം ഭരണപക്ഷമായിരുന്ന സമയത്തല്ലേ ഈ പറയുന്ന നിയമം ഉണ്ടാക്കി ഇതേപോലെ മുസ്ലിങ്ങളെ ഇതിനകത്ത് ഒരു ഇരയാക്കുന്ന രീതിയിലേക്ക് ഈ നിയമം ഉണ്ടാക്കി വെച്ചതാരാണ്? ഈ വഖഫ് എന്ന് പറയുന്ന ഒരു നിയമം ഉള്ളതുപോലെ മറ്റേത് മതത്തിനാണ് ഇവിടെ നിയമം ഉള്ളത്? കാക്കാമാർ ഉത്തരം പറയും. നിങ്ങൾ വലിയ തോതിൽ സംഘി ചാണകം എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടല്ലോ. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മുസ്ലിം ജനവിഭാഗത്തിന് വഖഫ് എന്ന് പറയുന്ന ഒരു നിയമം ഉള്ളതുപോലെ ഹിന്ദു മതത്തിന് ഏതാണ് നിയമം? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഏതെങ്കിലും പറമ്പ് കാണിച്ചിട്ട് ഇത് ദേവസ്വത്തിൻ്റെ ആണ് കേട്ടോ എന്നിങ്ങോട്ട് പറയാനുള്ള ഒരു അവകാശം അത് ദേവസ്വം ബോർഡിനില്ല. ഇനി അങ്ങനെ ഒരു അവകാശം അവർ ഉന്നയിച്ചെന്ന് തന്നെ വിചാരിക്കാം. അവർ നേരെ കോടതിയിലാണ് പോവും, എന്നിട്ട് അവിടെ അതങ്ങോട്ട് പരിഹരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മളെ കാക്കാമാരുടെ ഈ സാധനത്തിലോ അവിടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ല കേട്ടോ. അവിടെ എന്താ ഉള്ളത്? അവിടെ നമ്മൾ പറഞ്ഞാൽ അതാണ് അച്ചട്ട്, ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, കുട്ടി പോയിക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് വഖഫ് ട്രൈബ്യൂണൽ അവിടെ വെക്കുന്നത്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ പോലെ സമാനമായ മറ്റൊരു സാധനം അത് ദേവസ്വം ബോർഡിനില്ല, അത് ക്രിസ്ത്യൻ സഭകൾക്കില്ല, അത് ജൈന മതക്കാർക്കില്ല, ജൂതന്മാർക്കില്ല, അല്ലെങ്കിൽ സിഖുകാർക്കില്ല, ആർക്കുമില്ല. അത് കാക്കാമാർക്ക് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കേ ഉള്ളൂ, അത് വഖഫിനേ ഉള്ളൂ. ഇത് നിങ്ങൾ അംഗീകരിക്കുക. ഇതൊന്നും അംഗീകരിക്കാതെ ഇവിടെ കടന്ന് മെഴുകിയിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ ചില വീഡിയോ ഈ മുസ്ലിം ഈ ഇരവാദ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ചില മക്തൂബ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇവിടെ കറങ്ങി കിടപ്പുണ്ട്. ഞാനത് ജസ്റ്റ് ഇങ്ങനെ കേട്ടു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നൊരു സാധനമുണ്ട്, ഇതുപോലെ ഒരു എല്ലാ മതങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ട്.
പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും, പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം മുസ്ലിങ്ങളുടെ ഇവിടുന്ന് ആരും കവർന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതിപ്പോഴും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, എല്ലാ മതത്തിനുള്ള പോലെ ഈ മതത്തിനുണ്ട്. പക്ഷേ അന്യായമായിട്ട് വേറൊരാളുടെ പ്രോപ്പർട്ടി ചൂണ്ടിയെടുക്കാനുള്ള അവകാശം അത് കാക്കമാർക്ക് ഇത്ര നാളുണ്ടായിരുന്നു, ഇനി അതില്ല. അതാണ് ഈ വഖഫിൻ്റെ അമെൻമെൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഒരു മെച്ചം അതാണ്. അത് നിങ്ങൾ ഇനിയും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി, അത് നടക്കാൻ പോകുന്നില്ല. അതേപോലെ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കുന്ന വിധി അത് അന്തിമമായിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും പോയിക്കോളൂ, എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് പറയാനുള്ള അവകാശം അത് ഈ വഖഫിനെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സാധനം ദേവസ്വത്തിനില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സാധനത്തെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്, ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും അവരെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോയ കോളിങ്ങിന് തയ്യാറാകൂ എന്ന് പറഞ്ഞ് അവിടെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ വരുമോ നോക്കാം, വരില്ല, ഏഴേലത്തേക്ക് വരാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ എഴുന്നള്ളിച്ച് നടക്കുന്ന ആളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ വിഷയം പഠിക്കും. പൗരത്വ ഭേദഗതി ബില്ല് ഞാൻ കണ്ടതാണ്. അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിശ്വാസിയായിരുന്നു. പിന്നീട് നമ്മൾ അന്ന് കുറേ അതിൻ്റെ പ്രശ്നമൊക്കെ കണ്ടു. ഇതുപോലെ ഇപ്പോൾ വഖഫാണെങ്കിൽ പോലും വഖഫിൻ്റെ പ്രശ്നമൊക്കെ നമ്മൾ പഠിക്കുകയും കാണാനൊക്കെ തുടങ്ങിയ സമയം എന്ന് പറഞ്ഞാൽ അന്ന് ഞാനൊരു വിശ്വാസിയാണ്. അന്ന് ഇതിനെതിരെ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയമൊക്കെ വന്ന സമയത്ത് അന്ന് ഞാൻ ഒപ്പിടാതിരുന്നു. കാരണം യൂണിഫോം സിവിൽ കോഡ് അത് നമ്മൾ സിവിക്സും ഇക്കണോമിക്സ് ഒക്കെ പഠിച്ച ആൾ, സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ച ഒരാൾക്ക് അതിലൊരു ചെറിയൊരു ധാരണ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒപ്പിട്ടില്ല. അന്ന് നമ്മൾ വിശ്വാസിയാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തത് നമ്മളുടെ ബോധ്യങ്ങൾ, നമ്മളുടെ ഒരു ചിന്താശേഷിയിൽ ചെറിയൊരു അഭിമാനമൊക്കെ നമുക്ക് തോന്നുന്നത് അവിടെയാണ്. കാരണം ഇതുപോലെ ഒപ്പിടാതിരുന്നത്, ബിൻ ലാദന് മയ്യത്ത് നിസ്കരിക്കാതിരുന്നത്, ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ, പക്ഷേ അതിൽ പറ്റിപ്പോയൊരു സാധനം അത് നമ്മൾ അജ്മൽ കസബിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതാണ്. അതിവിടെ പണ്ട് മയ്യത്ത് നിസ്കരിച്ചപ്പോൾ അത് വേറെ വിഷയമായിട്ട് ഇപ്പോൾ പത്രത്തിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ മയ്യത്തൊന്നും ഞാൻ നിസ്കരിച്ചില്ല, പക്ഷേ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, വളരെ വിഷമമുണ്ടാക്കിയൊരു സാധനമായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു പയ്യനെ, വളരെ മോശമായിപ്പോയി. കാരണം നമ്മളെ പറഞ്ഞ് പറ്റിച്ചത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അജ്മൽ കസബിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന ആൾ, ഒസാമ ബിൻ ലാദനെ നെഞ്ചോടേറ്റുന്ന ആൾ, യഹിയ സിൻവറിനെ ആനപ്പുറത്ത് കയറ്റുന്ന ആളുകൾ, ഇങ്ങനെ അത് വികസിച്ചു, പന്തലിച്ചു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഇനിയും പോയാൽ ഇത് ശരിയാവില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് നമ്മളിത് വിളിച്ചു കൂവി പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ നമ്മളിവിടെ ചില കാര്യങ്ങൾ പറയേണ്ടി വരിക, അല്ലെങ്കിൽ ഇതുപോലെ തുറന്ന് പറയേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ എന്താ കാണുക? സംഘി ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾക്ക് ആകെ കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നതിൽ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അത് ചൂണ്ടിക്കാണിക്കാതെ അവിടെ സംഗീ മങ്കി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാലൊന്നും ആ പരിപാടിയൊന്നും, ആ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. അത് പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഒരു ധാരണ എന്നുണ്ടെങ്കിൽ അതും വെറുതെയാണ്. അങ്ങനെ നമ്മൾ മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ പറയാനുള്ളത് എന്തായാലും പറയും. അത് നമ്മളുടെ ചോരയിലുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംവാദങ്ങൾക്ക് തയ്യാറാവുക. ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അല്ലാതെ ചാപ്പി അടിച്ചിട്ടോ അതല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കയറിയിട്ട് അവിടെ ഉമ്മാനെ കൊണ്ട് വാപ്പാനെ കൊണ്ടൊക്കെ തന്നെ തെറി പറഞ്ഞാലോ മുഹമ്മദ് നബി രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന തെണ്ടിത്തരം അത് തെണ്ടിത്തരം അല്ലാതെ ആകാനും പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുഹമ്മദ് നബിയൊന്നുമല്ല. ഇതുപോലെ എല്ലാം നന്മ മാത്രം ചെയ്യാൻ വേണ്ടി എവിടുന്നെങ്കിലും ആരെങ്കിലും കിതാബ് എഴുതി ഇങ്ങനെ കെട്ടിയിറക്കിയിട്ട് ഇങ്ങനെ നടന്ന ഒരാളല്ല ഞാൻ. നമ്മളൊരു മനുഷ്യനായി തെറ്റുകൾ ചെയ്ത് തെറ്റുകളിൽ നിന്ന് ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ശരികളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അതിന് കാരണമായ സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ, അതിൽ മതത്തിൻ്റെ പങ്കിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ഉത്തരം മുട്ടിയിട്ട് നിങ്ങൾക്ക് ആ കൂടെ ചെയ്യാൻ കഴിയും നമ്മൾ വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും പണിയാന്നുള്ളതാണെങ്കിൽ ആ പരിപ്പാദ്യം ഉപയോഗില്ല. ഇനി നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന ചില ആളുകളൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കയറിയാൽ നിങ്ങളെ കാല് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യും. നമ്മൾ അറിയിക്കേണ്ടടുത്ത് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പണികൾ പിന്നാലെ വരും. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന സംഗതികളിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ അത് നിങ്ങൾ പറയും. നമ്മൾ പറയുന്നതിൽ നുണ ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കുക. നമ്മൾ പറയുന്നതിൽ തെറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. മുഹമ്മദ് നബീനെ രക്ഷിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ആയുധമാണുള്ളത്? ഞാൻ മോശക്കാരനാണ് അതുകൊണ്ട് മുഹമ്മദ് നബി മോശക്കാരനാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ മോശക്കാരനാണല്ലോ, അപ്പോൾ മുഹമ്മദ് നബി മോശക്കാരനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണോ അപ്പോൾ അവിടെ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സുലാൻ പറയുന്നു, അതല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പറയേണ്ടി വരും. ആ പറയുന്ന സമയത്ത് ചാപ്പയായിട്ടും അതല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപമായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കയറുന്ന തല്ലുമായിട്ടോ ആണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് ഇവിടെ നിങ്ങൾക്ക് ഒരു തരത്തിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വിഷയങ്ങൾ അത് ഇതേപോലെ വരികയാണ്. ഈ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച ആ ഒരു വഖഫ് നിയമം കൊണ്ട് ഇന്നിപ്പോൾ
അവിടെ കത്തി അവിടെ ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മുസ്ലിങ്ങളെ വേട്ടയാടാൻ പോകുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ച ആളുകൾ ഇന്നിപ്പോൾ ഹിന്ദുക്കളെ വേട്ടയാടുന്ന കഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസ്ഥയാണ് ഇവിടെ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ വലിയ ഒരു വിഷമം നമുക്കുണ്ട്. കാരണം നമ്മൾ ഓരോ രാജ്യത്തെയും ഓരോ സ്ഥലത്തെയൊക്കെ കാര്യങ്ങൾ കാണുന്നു, യാത്ര ചെയ്യുമ്പോൾ കാണുന്നു, എല്ലാം നമ്മൾ അറിയുമ്പോൾ നമ്മളിപ്പോഴും ഈ മതവും പറഞ്ഞ് അതിലെ കാര്യവും പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുകൂടുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് മാറുകയാണ്. എന്നാൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്, അതുമില്ല. ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ 5 പൈസയുടെ ഒരു വിവരമുള്ളൊരു സാധനം ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നും ഇവിടെ ചർച്ചയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈ വർഗീയതയും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാറലും ആ വസ്തുതകൾ ഏതാണെന്ന് നോക്കിയിട്ട് അഡ്രസ്സ് ചെയ്യാതെ ഈ ഭീതി വ്യാപാരത്തിൻ്റെ മൊത്തക്കച്ചവടം അവർ തന്നെയാണെന്ന് തിരിച്ചറിയാതെ ഇന്നും ബാക്കിയുള്ള ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ എത്ര കാലം ഓടും? ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ അത് മടുത്തു തുടങ്ങി എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. നാട് വിട്ടു പോകുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇത് തിരിച്ചറിയാനുള്ളൊരു വഴിയായിട്ടിത് കാണുക. നമ്മളുടെ നാട് നേരെയാകണം, ജീവനോടെ നിങ്ങൾക്ക് നല്ല സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റിയേ പറ്റുള്ളൂ. ഈ നിലപാടുകൾ നിങ്ങൾ തിരുത്തിയേ പറ്റുള്ളൂ. പറയേണ്ടത് നിങ്ങൾ വിളിച്ച് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പറയും. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ പേ പിടിച്ച ഒരു മതവും ആ മതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ മറ്റു മതങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നിലവിളി പോലും ഇവിടെ പ്രസക്തമാവുന്നില്ല എന്നതും കൂടി പറയുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.